ഇന്നത്തെ വീഡിയോയിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായ ഒരു അടിപൊളി റവ കൊണ്ടുണ്ടാക്കിയ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1 കപ്പ് റവയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു 2 കഷ്ണം ശർക്കര എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്ത് ശർക്കര പാനി റെഡിയാക്കി എടുക്കുക. ഇനി ഇത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ശർക്കര ഈ ഒരു അളവ് തന്നെ മതിയാകും. കൂടിപ്പോയാൽ കഴിക്കുന്ന സമയത്ത് ഒരു കുത്തൽ ഫീൽ ആകും. ഇതാകുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലെ ശർക്കര പാനിയൊക്കെ വറ്റി വരുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി വെള്ളം വറ്റി വന്നാൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം 1/4 കപ്പ് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കുക. വെള്ളം നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി, തിളച്ച് വരണ്ട. തിളക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി വരും. വെള്ളം വറ്റി വന്നാലും നല്ലൊരു മാവ് പരുവത്തിലാകുന്നത് വരെ നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. വെള്ളമൊക്കെ വറ്റി മാവ് നല്ല തിക്കായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ചൂടാറി വന്നാൽ മാവ് ഒന്നുകൂടെ ഒന്ന് തിക്കാവും. ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം മാവ് കിട്ടാനായിട്ട്. ഇനി ഒരു സ്റ്റീൽ പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൻ്റെ പകുതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പാത്രത്തിൽ നന്നായിട്ട് തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാതെ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മളിത് മൊത്തമായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മാവ് ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് അമർത്തി പരത്തിയെടുക്കരുത്. നല്ല സ്ലോ ആയിട്ട് മൊത്തമായിട്ട് കവർ ചെയ്യുന്ന വിധത്തിലൊന്ന് പരത്തിയെടുക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം നമ്മൾ റവ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണല്ലോ. അപ്പോൾ റവയ്ക്ക് ഓൾറെഡി വെന്തിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഓയിൽ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്ന്. ഇവരെ ഞാൻ എവിടെയോ എന്നാലും അതല്ല. എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നാ കഴിച്ചോക്ക്. തിന്നാൻ പറ്റണില്ല. തപ്പ് ഓടുന്ന പോലെ ചങ്ക് കിടന്ന് ഡുണ്ടുണ്ടും പിടയ്ക്കുക, കരച്ചില് വരിക. കുറച്ചൊന്ന് ടെൻഷൻ അടിച്ചാലും അവസാനം ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്കിത് 2-3 കഷ്ണങ്ങളായിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മളൊരു വീഡിയോ എടുത്ത് ഏറ്റവും ലാസ്റ്റ് കോളാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, എൻ്റെ റബ്ബേ. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റെന്തായാലും നിങ്ങൾക്ക് വരാതെ നിങ്ങൾ ഇതിലും പെർഫെക്റ്റായിട്ട് ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇനി റവയും നേന്ത്രപ്പഴവും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്നാക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി 2-3 മിനിറ്റ് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. ഇനി അടുത്തതായിട്ട് 1 കപ്പ് റവയ്ക്ക് ഞാനിവിടെ 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്തിട്ട് പഴം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
റവയും നേന്ത്രപ്പഴവും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എല്ലാം കൂടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലിട്ട് എല്ലാ വശവും ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഈവനിങ് സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ലഡു ഒന്ന് ചെയ്തെടുക്കാം. ഒരു പാനിൽ 100 ഗ്രാം അളവിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് 50 ഗ്രാം കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡ് കളർ ആകുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി അതേ നെയ്യിലേക്ക് 1/2 കിലോ അളവിൽ റവ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് കളർ മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ടത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത റവയിലേക്ക് 250 ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ചൂടാറാനായിട്ട് മാറ്റി വെച്ച തേങ്ങ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് റവയിലേക്ക് ചേർത്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.